ഹായ് പ്രിയങ്ങളെ, കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പുണ്യ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലേക്കും ഉത്സവ കാഴ്ചകളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതത്തിൽ നരസിംഹമൂർത്തിക്കായി സമർപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതീവ ശക്തിയുള്ള ഭക്തരുടെ ഭയവും ദുരിതങ്ങളും അകറ്റുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണ് നരസിംഹസ്വാമി ക്ഷേത്രങ്ങൾ. രാമായണ കാലഘട്ടത്തോളം പഴക്കമുള്ള ഒരു ഐതിഹ്യം ഈ മണ്ണിനുണ്ട്. രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചിറക്കറ്റ് വീണ ജടായു ഭഗവാൻ ശ്രീരാമനെ കാത്തിരിക്കുന്നത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിരണ്യകശിപുവിനെ വധിക്കാൻ അവതാരമെടുത്ത ഭഗവാൻ ഉഗ്രരൂപത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നടത്തുന്നത് ശത്രുദോഷം മാറാനും കാര്യതടസ്സങ്ങൾ നീങ്ങാനുമായിരിക്കും. അതിനുവേണ്ടി ആയിരക്കണക്കിന് ഭക്തരാണ് അവിടെ എത്തുന്നത്. ഭഗവാന് പ്രിയപ്പെട്ട പാനകം വഴിപാടാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രത്തിലെ ഏറ്റവും വർണ്ണാഭമായ നിമിഷങ്ങളാണ് ഉത്സവകാലം. ഭക്തിയും മേളക്കൊഴുപ്പുകളും നിറഞ്ഞ ശീവേലി ദൃശ്യങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. പകൽപൂരത്തിൻ്റെ ആവേശവും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പും ഏതൊരു വിശ്വാസിയെയും ഭക്തിയുടെ കൊടുമുടിയിലെത്തിക്കും. ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അവസാന ദിവസമാണ്. ഗജവീരന്മാർ അണിനിരക്കുന്ന 7 ആനകളുടെ എഴുന്നള്ളിപ്പോടെ കടുങ്ങല്ലൂർ ഉത്സവം സമാപിക്കുന്നു. ആനച്ചന്തവും വാദ്യമേളങ്ങളും ചേർന്ന ഈ കാഴ്ച ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയാണ്. നരസിംഹ അവതാരത്തിലേക്ക് നയിച്ച ആ കഥ തുടങ്ങുന്നത് ഒരു പകയിൽ നിന്നാണ്. ഭഗവാൻ വിഷ്ണു വരാഹാവതാരമെടുത്ത് തൻ്റെ സഹോദരനെ വധിച്ചതോടെയാണ് ഹിരണ്യകശിപുവിന് വിഷ്ണുവിൻ്റെ കടുത്ത ശത്രുവായി മാറിയത്. എന്നാൽ വിധി വിപരീതമെന്ന് പറയട്ടെ, അതേ ഹിരണ്യകശിപുവിൻ്റെ മകനായി ജനിച്ച പ്രഹ്ലാദൻ ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ഭക്തനായി വളർന്നു. ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൻ്റെ പേരിൽ സ്വന്തം മകനെ വധിക്കാൻ പോലും ആ പിതാവ് മടിച്ചില്ല. ആനയെക്കൊണ്ട് ചവിട്ടിച്ചും കടലിൽ താഴ്ത്തിയും തീയിലിട്ടും പ്രഹ്ലാദനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എല്ലാം ഭഗവാൻ വിഷ്ണു രക്ഷകനായി എത്തി. ഒടുവിൽ നിന്റെ വിഷ്ണു എവിടെയാണ് എന്ന ഹിരണ്യകശിപുവിൻ്റെ അട്ടഹാസത്തിന് മറുപടിയായി അവൻ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. വലിയ ആക്രോശത്തോടെ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിലെ തൂണുകൾ തകർന്നപ്പോൾ വലിയ ശബ്ദത്തോടെ അത് പിളർന്നു മാറി. അവിടെ നിന്നാണ് പകുതി സിംഹവും പകുതി മനുഷ്യനുമായ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടത്. സന്ധ്യാസമയത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ച് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ തൻ്റെ നഖങ്ങൾ കൊണ്ട് ആ അസുര ചക്രവർത്തിയെ ഭഗവാൻ വധിച്ചു. ഹിരണ്യകശിപുവിനെ വധിച്ചു കഴിഞ്ഞിട്ടും ഭഗവാന്റെ ഉഗ്രകോപം അടങ്ങിയിരുന്നില്ല. പ്രപഞ്ചം മുഴുവൻ വിറച്ചുപോയ ആ ഉഗ്രകോപം തണുപ്പിക്കുന്നതിനു വേണ്ടി ദേവീദേവന്മാർ പോലും ഭയപ്പെട്ടു. ഒടുവിൽ ലക്ഷ്മി ദേവിയും പ്രഹ്ലാദനും ചേർന്ന് ഭഗവാനെ സ്തുതിച്ചപ്പോഴാണ് ആ ശാന്തസ്വരൂപം മടക്കി കിട്ടിയത്. പല നരസിംഹ ക്ഷേത്രങ്ങളിലും ഈ ഉഗ്രകോപം കുറയ്ക്കാനായി പ്രത്യേക സംവിധാനങ്ങൾ കാണാറുണ്ട്. പ്രതിഷ്ഠയുടെ നേർക്ക് നിൽക്കുന്ന ഭഗവാന്റെ ദൃഷ്ടി നേരിട്ട് പതിക്കാതിരിക്കാൻ ക്ഷേത്രത്തിന് മുന്നിൽ വറ്റാത്ത കുളങ്ങൾ നിർമ്മിക്കാറുണ്ട്. ജലത്തിൻ്റെ തണുപ്പ് ഭഗവാന്റെ ദേഷ്യം ശമിപ്പിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇത്തരം ക്ഷേത്രങ്ങളുടെ മുന്നിൽ കുളങ്ങൾ അഭിവാജ്യ ഘടകമാകുന്നത്. ആ കുളങ്ങളുടെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി പറയാൻ പോകുന്നത് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനെക്കുറിച്ചാണ്. കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റ്. ഈ കൊടിയേറ്റിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് കേവലം ഒരു തുടക്കം മാത്രമല്ല, മറ്റൊരു വലിയ ഉത്സവത്തിൻ്റെ സമാപനം കൂടിയാണ്. ആലങ്ങാട് തിരുവാലൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ഇതിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഏപ്രിൽ മാസത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ വിഷുവിനോട് അനുബന്ധിച്ചാണ് തിരുവാലൂർ അപ്പൻ്റെ ഉത്സവം നടക്കുന്നത്. വിഷുവിനോട് തൊട്ടടുത്ത ദിവസം തിരുവാലൂരിലെ ഉത്സവം ആറാട്ടോടുകൂടി സമാപിക്കുന്നു. ആറാട്ടിന് ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് വലിയൊരു ഭക്തജന ഘോഷയാത്രയോടെ നേരെ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് കൊണ്ടുപോകും. അവിടെ ആറാട്ട് നടത്തി ശിവനെ തൊഴുതുമടങ്ങിയാണ് ഭഗവാൻ തിരിച്ചെത്തുന്നത്. തിരുവാലൂർ ക്ഷേത്രത്തിലെ കൊടി ഇറങ്ങിയതിന് ശേഷമാണ് നരസിംഹ ക്ഷേത്രത്തിൽ കൊടി കയറുന്നത്. ആ ഒരു ചടങ്ങോട് കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഉത്സവലഹരി തുടങ്ങുന്നത്. നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട ഈ ആഘോഷത്തിൻ്റെ തുടക്കം അത്രമേൽ ഭക്തി നിർഭരവും മനോഹരവും ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. എന്നെ സന്തോഷിപ്പിച്ചത് ഈ കടുങ്ങല്ലൂരപ്പൻ്റെ മണ്ണിലാണ് ഞാനും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഭക്തിസാന്ദ്രമായ ഉത്സവലഹരി ആസ്വദിച്ചുകൊണ്ട് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്